ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 4ാം ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം, അതിലെ 2ാമത്തെ ടോപ്പിക്കായ സംഖ്യാസാധ്യത, നമ്പർ പ്രോബബിലിറ്റി, അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിലെ 2 ആക്ടിവിറ്റീസും അത് കഴിഞ്ഞുള്ള 4 ചോദ്യോത്തരങ്ങളും, അതായത് ക്വസ്റ്റ്യൻ ആൻസറിങ്ങുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആരംഭിക്കാം. ഇതാണ് പേജ് 75-ലെ 1ാമത്തെ ആക്ടിവിറ്റി പ്രവർത്തനം. അതിൻ്റെ ചോദ്യം നോക്കൂ. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണത്തിൽ എഴുതി ഒരു പെട്ടിയിലിട്ടു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്തു. Each of the numbers from 1 to 25 is written in a slip and all these are put in a box. One slip is taken out. ഇതിൽ 4 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ഒരു പെട്ടിയിൽ നമ്മൾ എന്ത് ചെയ്തു, 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് ഓരോ കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകെ എത്ര കഷ്ണങ്ങളുണ്ട്, കടലാസ് കഷ്ണങ്ങളുണ്ട്? അതാണ് ആകെ സാധ്യതകൾ. അപ്പോൾ നമുക്ക് ആകെ സാധ്യതകൾ ഇവിടെ 25 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇവിടെ ടോട്ടൽ ആകെ എന്ന് പറയുന്നത് 25 എന്ന് എഴുതുന്നു. ഇനി 1 മുതൽ 25 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? അതായത് ഇരട്ട സംഖ്യകളുടെ എണ്ണം, നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ്, എത്ര എണ്ണമുണ്ട്? എണ്ണി നോക്കുകയാണെങ്കിൽ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24. അതായത് എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ ഈവൻ നമ്പേഴ്സിന്റെ എണ്ണം, ഇരട്ട സംഖ്യകളുടെ എണ്ണം 12. ഇനി അപ്പോൾ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അതെന്ന് പറഞ്ഞാൽ അനുകൂല സാധ്യത, അതായത് ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത ഡിവൈഡഡ് ബൈ ആകെ സാധ്യത, അതായത് 12/25. ഓക്കെ, ഇനി ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയോ? ആകെ 25 നമ്പേഴ്സ് ആണുള്ളത്. അതിൽ 12 എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യ എത്രയായിരിക്കും ഉണ്ടാവുന്നത്? ഒറ്റ സംഖ്യകളുടെ എണ്ണം, ഓഡ് നമ്പേഴ്സ്, 25 മൈനസ് 12, 13. അപ്പോൾ നമുക്ക് പെട്ടിയിൽ നിന്നും ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത, ഒറ്റ സംഖ്യകളുടെ എണ്ണം 13 ബൈ ആകെ 25. ഇനി മൂന്നാമത്തെ നോക്കാം. 3ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ നമുക്ക് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9, 12, 15, 18, 21, 24. മൾട്ടിപ്പിൾസ് ഓഫ് 3.
മൂന്നിൻ്റെ ഗുണിതങ്ങൾ. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ മൂന്നിൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 8 ഡിവൈഡഡ് ബൈ 1 മുതൽ 25 വരെയുള്ള ആകെ സംഖ്യകൾ 25. അപ്പം നമുക്ക് 8/25 എന്ന് കിട്ടും. ഇനി നാലാമത്തെ ചോദ്യം, 6ൻ്റെ ഗുണിതമോ? 1 മുതൽ 25 വരെയുള്ള 6ൻ്റെ ഗുണിതങ്ങൾ, മൾട്ടിപ്പിൾസ് ഓഫ് 6, 6, 12, 18, 24. അപ്പോൾ നമുക്ക് 6ൻ്റെ ഗുണിതമാകാനുള്ള സാധ്യത, the probability of getting a multiple of 6. ആകെ 6ൻ്റെ ഗുണിതങ്ങൾ എത്രയാണ്? 4 ബൈ ആകെ സാധ്യത 25. 4/25. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കൂ. ആകെ സാധ്യതകൾ, ടോട്ടൽ ഔട്ട്കംസ് 25. ഇനി ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയാണ് നോക്കാൻ പോകുന്നത്, ഈവൻ നമ്പർ പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ 12 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാധ്യത 12/25. ഇനി നമുക്ക് ഇപ്പോൾ ഈ സംഖ്യാശ്രേണി നോക്കിയാൽ ഇത് ഒരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ എണ്ണം കാണാൻ എളുപ്പവഴി എന്താണ്? n സമം അവസാന പദം 24 മൈനസ് ആദ്യ പദം 2 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇങ്ങനെ എഴുതാം. ഇപ്പോൾ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ ആദ്യത്തെ ഇരട്ട സംഖ്യ 2 ആണെന്നും അവസാനത്തേത് 24 ആണെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഇത് മൊത്തം എഴുതണമെന്നില്ല. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പദങ്ങളുടെ എണ്ണം സമം അവസാന പദം xn മൈനസ് ആദ്യ പദം x1 ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 24-ന്ന് 2 കുറച്ചാൽ 22/2 പ്ലസ് 1, അത് 11 പ്ലസ് 1 12 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇത് വെച്ച് ഇനി 12/25 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സംഖ്യകൾ മൊത്തം എഴുതേണ്ട ആവശ്യം വരില്ല. ഇനി ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പോൾ വേണമെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അനുകൂല സാധ്യതകളുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ സാധ്യത മൈനസ് ടോട്ടൽ ഔട്ട്കംസ് മൈനസ് ഈവൻ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകൾ 15 മൈനസ് 12 സമം 13 ഇങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ സംഖ്യകളെല്ലാം എഴുതുക എന്നിട്ട് ഇങ്ങനെ എഴുതാം. ഇനി എന്താണ് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ ഈക്വൽ ടു അനുകൂല സാധ്യതകളുടെ എണ്ണം 13 ബൈ ആകെ സാധ്യതകൾ ടോട്ടൽ ഔട്ട്കംസ് 25. അപ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 3ൻ്റെ ഗുണിതം ആകാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നമുക്ക് 1 മുതൽ 25 വരെയുള്ള 3ൻ്റെ ഗുണിതങ്ങളിൽ ആദ്യത്തേത് 3 ആണ്, അവസാനത്തേത് 24 ആണ്. ഓക്കെ, അപ്പം നമുക്ക് പദങ്ങളുടെ എണ്ണം 24 മൈനസ് 3 ബൈ 3ൻ്റെ ഗുണിതങ്ങൾ ആയതുകൊണ്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയതുകൊണ്ട് പൊതുവ്യത്യാസം ഡിഫറൻസ് ഈസ് 3. അപ്പോൾ അത് പ്ലസ് 1. അപ്പം നമുക്ക് ഇവിടെ 21/3 പ്ലസ് 1
7 + 1 8 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യാം. ഇതിപ്പോൾ 1 മുതൽ 25 വരെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചെയ്യുന്നതാണ് എളുപ്പം. ഇനിയിപ്പോൾ 1 മുതൽ 100 വരെ ചോദിക്കുകയാണെങ്കിൽ എല്ലാം എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ച് ചെയ്യുക. അപ്പോൾ ഇനി ഉത്തരം 3ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 3 ഈക്വൽ ടു അനുകൂല സാഹചര്യങ്ങൾ ഫേവറബിൾ ഔട്ട്കംസ് 8 ബൈ ടോട്ടൽ ഔട്ട്കംസ് 25. ഇനി 6ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ആദ്യ പദം 6 ആയിരിക്കും, അവസാന പദം 24. 6 4 24. അപ്പോൾ 24 ആണ്. അപ്പം നമുക്ക് പദങ്ങളുടെ എണ്ണം സമം അവസാന പദം ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ബൈ ഡിഫറൻസ് പ്ലസ് 1. അപ്പോൾ ഇവിടെ 18 ബൈ പൊതുവ്യത്യാസം 6 ആണ്. അപ്പം നമുക്ക് 18/6 പ്ലസ് 1 3 + 1 4. അപ്പം നമുക്ക് 6ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത അനുകൂല സാധ്യതകൾ ഫേവറബിൾ ഔട്ട്കംസ് 4 ബൈ ടോട്ടൽ ഔട്ട്കംസ് 25. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി, രണ്ടാമത്തെ പ്രവർത്തനം. ഓക്കെ, അത് നമുക്ക് നോക്കാം. അതും പേജ് 75-ലുള്ളതാണ്. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യ, ഒന്നല്ല 1000. 1 മുതൽ 1000 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് 1000ത്തിന്റെ ഘടകമാകാനുള്ള സാധ്യത എന്താണ്? If a number is drawn from 1 to 1000, what is the probability that it is a factor of 1000? Okay. അപ്പോൾ ഇവിടെ 1 മുതൽ 1000 വരെ 1 to 1000. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ഔട്ട്കംസ്, ആകെ സാധ്യതകൾ എന്ന് പറയുന്നത് 1000 ആണ്. ഇനി നമുക്ക് 1000ത്തിന്റെ ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സിന്റെ എണ്ണം കാണണം. ഓക്കെ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 1000. 1000ത്തിന്റെ ഘടകങ്ങളുടെ എണ്ണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ. അപ്പം നമ്മളിവിടെ 1000 അതിനെ പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 500, വീണ്ടും 2 കൊണ്ട്, അപ്പോൾ നമുക്ക് 250, വീണ്ടും 2 കൊണ്ട് 125. ഇനി ഇതിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, അവസാന അക്കം 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കാം. 5 ഒരു അഭാജ്യ സംഖ്യ, പ്രൈം നമ്പറാണ്. അപ്പോൾ 25 × 5 125. 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5. ഇതൊരു അഭാജ്യ സംഖ്യയാണ്, അവിടെ നിർത്താം. അപ്പം നമുക്ക് 1000ത്തിനെ അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളുടെ ഗുണനമായി എഴുതാം. പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 × 2 × 2 × 5 × 5 × 5, അത് നമുക്ക് 2⁻³ × 5⁻³ 2 ഘാതം 3, 2
ഘാതം 3 ഇൻറ്റു 5 ഘാതം 3. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി 1000ൻ്റെ ഘടകങ്ങളുടെ എണ്ണം, അതായത് ഫാക്ടേഴ്സിൻ്റെ എണ്ണം അതെങ്ങനെ കിട്ടും? അത് കിട്ടാൻ എന്ത് ചെയ്യുക? ഇവിടെ ഇപ്പോൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഘടകങ്ങളുടെ ഗുണനമായി എഴുതിയിട്ടുണ്ട്. ഇനി ഓരോന്നിനെ എടുക്കുക. 3, അതിനോട് കൂടി 1 കൂടി കൂട്ടുക. ഇനി ഇതിന് 3, 1 കൂടി കൂട്ടുക. ഇതെല്ലാം ഗുണിക്കുക. അപ്പം നമുക്കിവിടെ 4 ഇൻറ്റു 4 16 എന്ന് കിട്ടും. അപ്പോൾ 1000ന് 16 ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അനുകൂല സാഹചര്യം. അപ്പോൾ നമുക്ക് 1000ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര കിട്ടി? 16 എന്ന് കിട്ടി. അപ്പോൾ ആയതുകൊണ്ട് 1000ൻ്റെ ഘടകമാകാനുള്ള സാധ്യത, അപ്പോൾ അതെത്രയാണ്? 1000ൻ്റെ ഘടകങ്ങളുടെ എണ്ണം, ഫാക്ടേഴ്സിൻ്റെ എണ്ണം 16 ഡിവൈഡഡ് ബൈ ആകെ സാധ്യത, ആകെ സംഖ്യകൾ 1000. അപ്പോൾ 16/1000 എന്നതാണ് നമ്മുടെ ഉത്തരം. ഏത് രൂപത്തിൽ? ഭിന്നസംഖ്യാ രൂപത്തിൽ. ഓക്കെ, അതായത് ഫ്രാക്ഷൻ ഫോമാണ് 16/1000. ഇനി ദശാംശ രൂപം, അതായത് ഡെസിമൽ ഫോം എങ്ങനെ എഴുതാം? അപ്പോൾ 16/1000. ഇതിൻ്റെ ദശാംശ രൂപം എഴുതാൻ ഈ സംഖ്യ ഇങ്ങനെ തന്നെ എഴുതി, 1000 ആയതുകൊണ്ട് 3 ദശാംശം ഇടത്തോട്ട് മാറ്റി ദശാംശം ഇടുക. ഓക്കെ, അപ്പോൾ 3 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറിയിട്ട് എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് ഇടണം. അപ്പോൾ 1, 2, മൂന്നാമത് ഇടാൻ വേണ്ടി ഇവിടെ ഒരു 0 ചേർക്കുന്നു, എന്നിട്ട് ദശാംശം ഇടുന്നു. ഓക്കെ, അപ്പോൾ ദശാംശത്തിന് മുമ്പ് ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കൊരു 0 കൂടി ഇവിടെ എഴുതാം. അപ്പോൾ നമ്മുടെ ഉത്തരം 0.016. ദശാംശ രൂപത്തിൽ എഴുതാൻ 1000 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 3 സ്ഥാനങ്ങൾ ഇടത്തോട്ട് മാറ്റി ദശാംശം, ഡെസിമൽ പോയിന്റ് ഇടുക. ഇനി ഇതിൻ്റെ ശതമാന രൂപം, അതായത് പെർസെന്റ് കാണാൻ എളുപ്പമാണ്. പെർസെന്റ് കാണാൻ 0.016, അതിനെ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുക. മൾട്ടിപ്ലൈ ദി നമ്പർ ബൈ 100. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒരു ദശാംശ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ ദശാംശം കഴിഞ്ഞ് ദശാംശത്തെ 2 പ്ലേസ്, പോയിന്റിനെ 2 പ്ലേസ് മുന്നോട്ടേക്ക് നീക്കിയാൽ മതി. അപ്പോൾ 1 നീക്കിക്കഴിഞ്ഞാൽ ഇവിടെയായി, 2 നീക്കിക്കഴിഞ്ഞാൽ ഇവിടെയായി, അതായത് 1.6. ഓക്കെ, അതെഴുതുമ്പോൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാന ചിഹ്നം ഇടാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഉത്തരങ്ങൾ 1000ൻ്റെ ഘടകമാവാനുള്ള സാധ്യത 16/1000. ഡെസിമൽ ഫോമിൽ 0.016, ശതമാനം പെർസെന്റ് ആയിട്ട് 1.6%. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആകെ സാധ്യതകൾ 1000. ഇനി 1000ൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ അഭാജ്യ ഘടക ഗുണന രീതി ഉപയോഗിക്കുന്നു, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചു. ഓക്കെ, അത് നമ്മളവിടെ എങ്ങനെ അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്
അതിനെ എങ്ങനെ എഴുതി? 1000 സമം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. അത് 2 ഇൻറ്റു 5/3 എന്ന് എഴുതി. ഓക്കെ, ഇത് നമുക്ക് വേറൊരു രീതിയാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ട്രീ എന്ന് പറയും. അഭാജ്യ ഘടകങ്ങളുടെ ട്രീ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 1000-നെ നമുക്ക് 10 ഇൻറ്റു 100 എന്നെഴുതാം. 10-നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 5 എന്നെഴുതാം. ഇനി ഇതിനെ നമുക്ക് വീണ്ടും 2 ഒരു അഭാജ്യ സംഖ്യ, 5 ഒരു അഭാജ്യ സംഖ്യ, രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 100-നെ നമുക്ക് എന്ത് ചെയ്യാം? 10 ഇൻറ്റു 10 എന്നെഴുതാം. ഈ 10-നെ നമുക്ക് 2 ഇൻറ്റു 5 എന്നെഴുതാം. ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളാണ്. ഈ 10-നെയും 2 ഇൻറ്റു 5 എന്നെഴുതാം. അപ്പം എല്ലാവരും പ്രൈം നമ്പേഴ്സായി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗുണിച്ച് എഴുതാം. അപ്പം ഇവിടെ 2 ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2 ക്യൂബ് എന്നെഴുതാം. ഇനി 5 എത്ര പ്രാവശ്യമുണ്ട്? 1, 2, 3. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5, 5 ക്യൂബ്. അപ്പം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ഇങ്ങനെയും ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ട്രീ ഉപയോഗിച്ചും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യാം. രണ്ടും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുക. അപ്പം നമുക്കിനി ഇതാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം. ഘടകങ്ങളുടെ ആകെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? ഈ ഓരോന്നിൻ്റെയും പവർ, അതായത് കൃതികളോട് കൂടി 1 ആഡ് ചെയ്യണം. പവറിനോട് കൂടി 1 ആഡ് ചെയ്ത് അവയെ ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 + 1 ഇൻറ്റു 3 + 1, 4 ഇൻറ്റു 4, 16 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ സാധ്യതകൾ 1000-ആണ്. നമുക്ക് ഇവിടെ ഈ 1000-ൽ 16 എണ്ണം അനുകൂലമായ സാധ്യതകളാണ്, ഫേവറബിൾ ഔട്ട്കംസ് ആണ്. ഇനി 1000-ൻ്റെ ഘടകങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് നോക്കുക. ഓക്കെ, ഇനി ഭിന്നസംഖ്യാരൂപം 16/1000. അതിനെ നമുക്ക് ലഘൂകരിക്കാം. ഇവിടെ 16-നെയും 1000-നെയും 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 16-നെ 8 കൊണ്ട് ഹരിച്ചാൽ 2, 100-നെ 8 കൊണ്ട് ഹരിച്ചാൽ 1 8 8, 2 1 0 ഇറക്കി, 20-ൽ 2 പ്രാവശ്യം, 2 2 16, 4 0 ഇട്ടു, 40-ൽ 5 പ്രാവശ്യം, 5 40. ഓക്കെ, അപ്പോൾ 125 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2/125 എന്ന് ലഘൂകരിച്ച് എഴുതാം, സിംപ്ലിഫൈഡ് ഫോം. ദശാംശ രൂപം നേരത്തെ ഞാൻ പറഞ്ഞു 16/1000. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3 ദശാംശം ഇടത്തോട്ട് നീക്കണം. 3 പ്ലേസ് ലെഫ്റ്റിലേക്ക് നീക്കണം. അപ്പോൾ ഇവിടെ 1, 2, മൂന്നാമത്തതിന് വേണ്ടി 0 ചേർത്തു. അപ്പോൾ നമുക്കിവിടെ 0.016. ഇടതുവശത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു 0 ചേർക്കാം. അപ്പം നമുക്ക് 0.016. ഇനി ഒരു സംഖ്യയെ ശതമാനത്തിലേക്ക്, പേഴ്സൻറ്റേജിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 0.016 ഇൻറ്റു 100 എന്ന് ചെയ്യുമ്പോൾ ഇവിടെ 2 സ്ഥാനങ്ങൾ വലത്തോട്ട് നീക്കിയാൽ മതി. അപ്പോൾ 1 2, അപ്പോൾ 1.6% എന്ന് കിട്ടും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ഓർത്ത് വയ്ക്കുക.
പരീക്ഷയ്ക്ക് ഇതുപോലത്തത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറിങ് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള കണക്കുകളിലെല്ലാം സാധ്യത ഭിന്നസംഖ്യയായി കണക്കാക്കി ദശാംശ രൂപത്തിലും ശതമാനമായും എഴുതുക. Compute the probability as a fraction and then write it in decimal form and as percent. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഉപചോദ്യം സിമ്പിളായി ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത. If one number from 1 to 10 is chosen, probability of getting a prime number. അപ്പോൾ ഇവിടെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ, അപ്പോൾ ആകെ സാധ്യത, ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ 10. ഇനി 1 മുതൽ 10 വരെയുള്ള അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2, 4 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2, 3, 4 പ്രൈം നമ്പർ അല്ല, കാരണം 4ന്റെ ഘടകം ഫാക്ടറാണ് 2. 5, 6ന്റെ ഫാക്ടർ 2 ഉണ്ട്, അതുകൊണ്ട് 6 ഇല്ല. 7, 8 ഇല്ല. 9 ഇല്ല, 3ന്റെ ഫാക്ടർ. പിന്നെ കഴിഞ്ഞു. 1 മുതൽ 10 വരെ ഉള്ള പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7 ആണ്. അപ്പോൾ എണ്ണം എത്രയാണ്? 4. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അനുകൂല സാധ്യതകൾ 4 ആകെ സാധ്യത 10, 4/10, അതായത് 2/5 എന്ന് എഴുതാം. ഇനി ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? 4/10നെ ദശാംശ രൂപം ഡെസിമൽ ഫോമിൽ എഴുതണം. അപ്പം നമ്മൾ 4 എന്ന് എഴുതി, ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി ഡെസിമൽ പോയിന്റ് ഇടുന്നു. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 0 കൂടി ഇടാം. അപ്പം ഉത്തരം 0.4. 4/10 0.4. ഇനി ഇതിനെ ശതമാനമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.4 ഇൻറ്റു 100. അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വന്നു, ഇനി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 0 ചേർക്കാം. അപ്പം ഇത് 40% എന്ന് കിട്ടും. ഓക്കെ, 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര 0 ഇട്ട് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനം മുന്നോട്ട് നീക്കുമ്പോൾ ആദ്യം 4, പിന്നെ ഒരു 40, 40.0000 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് വേണ്ടാന്ന് വെക്കാം, ഇഗ്നോർ ചെയ്യാം. അപ്പം നമുക്ക് 40% എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 2/5, 0.4, 40%. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് 2 അക്ക സംഖ്യ ആകാനുള്ള സാധ്യത. If one number from 1 to 100 is chosen, probability of getting a 2-digit number. അപ്പോൾ നമുക്ക് 1 മുതൽ 100 വരെ ഉള്ള സംഖ്യകളിൽ 1 മുതൽ 9 വരെ എന്താണ്? സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്, ഒരക്ക സംഖ്യകളാണ്. കൂടാതെ 100 3 അക്ക സംഖ്യയാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് 9 + 1 10 എണ്ണം മാറ്റി വെക്കണം. അത് രണ്ടക്ക സംഖ്യകളല്ല, 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ല. അപ്പോൾ 1 മുതൽ 100 വരെ നമുക്ക് 100 - 10 90 രണ്ടക്ക സംഖ്യകൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആകെ 100 എണ്ണമാണ് ഉള്ളത്. ഇവിടെ 90 എണ്ണമാണ് രണ്ടക്ക സംഖ്യകൾ. ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് 90 ടോട്ടൽ ഔട്ട്കംസ് ആകെയുള്ളത് 100. അപ്പം നമുക്ക് 90/100 എന്ന് കിട്ടും. ഇനി 90/100 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? അതിൻ്റെ ഡെസിമൽ ഫോം എന്താണ്? 90 ഇവിടെ എഴുതുന്നു. ഇനി ദശാംശം കിട്ടാൻ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ ഇവിടെ 1 സ്ഥാനം, ഇത് 2 സ്ഥാനം. അപ്പോൾ ഇവിടെ ഞാൻ പോയിന്റ് ഇടുന്നു. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 0 ഇടാം. അപ്പം നമുക്ക് 0.90 0.90 ഇതാണ് ഡെസിമൽ ഫോം, അതായത് ദശാംശ രൂപം. ഇനി ഇതിനെ ശതമാനമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.90 × 100. അപ്പൊ നമുക്ക് ഇതിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട് നീക്കുക. അപ്പൊ ഇവിടെ പോയിന്റ് വരും. ഇവിടെ 1, ഇവിടെ 2. അപ്പൊ നമുക്ക് 90. അത് കഴിഞ്ഞ് സംഖ്യകളൊന്നും ഇല്ലാത്തത് കൊണ്ട് 90%. ഓക്കെ. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 90/100, അതായത് 0.90%. ഓക്കെ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ 3 അക്ക സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് ഇരുവഴി പാലിൻഡ്രോം സംഖ്യ ആകാനുള്ള സാധ്യത എന്ത്? 3 അക്ക സംഖ്യകൾ. അപ്പൊ നമുക്ക് ആകെ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ആകെ 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാവും? അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നാമത്തെ 3 അക്ക സംഖ്യ 100 ആണ്. അവസാനത്തെ 3 അക്ക സംഖ്യ 999 ആണ്. അപ്പൊ നമുക്ക് പദങ്ങളുടെ എണ്ണം, ലാസ്റ്റ് നമ്പർ അവസാന പദം മൈനസ് ആദ്യ പദം 100 പൊതുവ്യത്യാസം. എണ്ണൽ സംഖ്യകളുടെ പൊതുവ്യത്യാസം 1 ആണ്. 100, 101, 102. അപ്പോൾ 1 + 1. അപ്പൊ ഇവിടെ നമുക്ക് 899 + 1 900. അപ്പോൾ ആകെ നമുക്ക് 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്. 3 അക്ക സംഖ്യകളുടെ ആകെ എണ്ണം 900 ആണ്. ഇനി ഇരുവശി സംഖ്യ, അതായത് പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുവശി സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക്, ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് വായിച്ചാലും വലത് നിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരേപോലെ ആയിരിക്കണം. നമുക്ക് ഇരുവശിക്ക് ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ നമ്മുടെ മലയാളം എന്ന വാക്ക് എഴുതുകയാണ്. മലയാളം. ഓക്കെ. MALAYALAM. ഇടത് നിന്ന് വലത്തോട്ട് വായിക്കുമ്പോൾ. ഇനി വലത് നിന്ന് ഇടത്തോട്ട് വായിക്കൂ, റൈറ്റ് ടു ലെഫ്റ്റ് വായിക്കൂ. MALAYALAM. അതുകൊണ്ട് മലയാളം ഒരു പാലിൻഡ്രോമാണ്. ഓക്കെ. അതായത് ഇത് ഒരു ഇരുവശിയാണ്.
അതേപോലെ ഇനി മലയാളത്തിലെ ഒരു വാക്ക് നോക്കാം. ജലജ. ഇത് റൈറ്റിലോട്ട് വായിച്ചാലും ലെഫ്റ്റിലോട്ട് വായിച്ചാലും ഒരേപോലെയാണ്. അതുകൊണ്ട് ഇതും എന്താണ്? പാലിൻഡ്രോമാണ്. ഇതുപോലുള്ളവയാണ് നമ്മൾ പാലിൻഡ്രോം അല്ലെങ്കിൽ എന്താ ഇരുവശി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു മൂന്നക്ക സംഖ്യയുടെ കാര്യമാണ് പറയുന്നത്. മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അതിന് 3 അക്കങ്ങൾ, അതായത് 3 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ ആവണമെങ്കിൽ ഞാൻ ഇവിടെ എക്സ് എന്നാണ് എഴുതുന്നതെങ്കിൽ ഇതും എന്തായിരിക്കണം? എക്സ് ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ ഒരേ അക്കങ്ങളായിരിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സ് അപ്പൊ ഇതിന് ഞാൻ വൈ എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമ്മുടെ മൂന്നക്ക സംഖ്യ എക്സ് വൈ എക്സ് ആണെങ്കിൽ എക്സിന് 1 കൊടുത്താൽ ഇവിടെ 1, ഈ വൈ എന്താവാം? 0 ആവാം. അപ്പൊ ഇത് 101. വൈ 1 ആവാം, 111. 2 ആവാം, 3 ആവാം, 4, 5, 6, 7, 8, 9. അപ്പൊ വൈ ഇവിടെ ഈ 10ൽ ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇടതുവശത്തെ അക്കവും വലതുവശത്തെ അക്കവും ഒന്നാണെങ്കിൽ നമുക്കിവിടെ 10 സാധ്യതകളുണ്ട്. എക്സ് 1 ആവുന്ന സമയത്ത് നമുക്ക് 10 നമ്പേഴ്സ് ഉണ്ട്, 10 പാലിൻഡ്രോംസ് ഉണ്ട്. അതേപോലെ ഇനി 2 ആവുകയാണെങ്കിലും നമുക്ക് എന്തുണ്ടാവാം? 202, 202. പിന്നെ ഇത് 212. അങ്ങനെ അവിടെ നമുക്ക് എന്താണ്? 10 പാലിൻഡ്രോംസ് അല്ലെങ്കിൽ ഇരുവശി സംഖ്യകളുണ്ട്. 3 ആണെങ്കിലും 10 എണ്ണം, അതായത് 300ൽ തുടങ്ങുന്നത് 301, 303, 313 അങ്ങനെ. 4 ആണെങ്കിലും 10, 5 ആണെങ്കിൽ 10, 6 ആണെങ്കിൽ 10, 7 ആണെങ്കിലും നമുക്ക് 10 പാലിൻഡ്രോംസ് അല്ലെങ്കിൽ ഇരുവശി സംഖ്യകൾ ഉണ്ടാവും. 8 ആണെങ്കിലും 10 എണ്ണം ഉണ്ടാവും. 9 ആണെങ്കിലും 10 എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആകെ എത്ര എണ്ണം ഉണ്ട്? 10 ഇൻറ്റു 10 എത്ര പ്രാവശ്യമുണ്ട്? 9 പ്രാവശ്യം. അപ്പൊ നമുക്ക് 90. അതായത് മൂന്നക്ക സംഖ്യകളിൽ 900 മൂന്നക്ക സംഖ്യകളുണ്ട്. There are 900 3-digit numbers. അതിൽ 90 എണ്ണം പാലിൻഡ്രോംസ് ആണ്, ഇരുവശി സംഖ്യകളാണ്. അപ്പോൾ ഇരുവശി സംഖ്യ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇരുവശി സംഖ്യകളുടെ എണ്ണം 90 ബൈ ആകെ സംഖ്യകളുടെ എണ്ണം 900. അപ്പോ ഉത്തരം 90/900. ഇവിടെ നമുക്ക് 90/900 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ലഘൂകരിക്കാം. ലഘൂകരിക്കുന്ന സമയത്ത് എന്താ? ഒരു 0 പോയി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 1 എന്ന് വരും, ബൈ ഇവിടെ 10. അപ്പോൾ 1/10 ആണ് നമ്മുടെ എന്ത്? പാലിൻഡ്രോം ആവാനുള്ള സാധ്യത. ഓക്കെ, 1/10. ഇനി 1/10നെ നമുക്ക് ഡെസിമൽ ഫോമിൽ, ദശാംശ രൂപത്തിൽ എങ്ങനെ എഴുതാം? 1 അതിനെ ഇടത്തോട്ട് ഒരു സ്ഥാനം മാറ്റി ദശാംശം ഇടുന്നു. ഇവിടെ ഒന്നുമില്ലാത്തത് കൊണ്ട് 0.1, 0.1. ഇതിനെ ശതമാനമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം.
അപ്പം ഇവിടെ ഞാൻ രണ്ട് സ്ഥാനങ്ങൾ, 2 പ്ലേസ് റൈറ്റിലോട്ട് വലത്തോട്ട് നീക്കണം. അപ്പോൾ 1 കഴിഞ്ഞ് നമുക്ക് ഇവിടെ അപ്പോൾ ഒരു ദശാംശം നീക്കിക്കഴിഞ്ഞാൽ അതെന്താവും? 1 ആവും. പിന്നെ രണ്ടാമത്തെ ദശാംശം നീക്കാൻ നമുക്ക് സംഖ്യ ഇല്ലാത്തത് കൊണ്ട് 0 ചേർക്കണം. അപ്പം നമുക്ക് 10% എന്ന് കിട്ടും. ഓക്കെ, ഒരു ദശാംശം നീക്കുമ്പോൾ അത് 1 ആയി. പിന്നെ സംഖ്യ ഇല്ലാത്തത് കൊണ്ട് 0 ചേർക്കുന്നു. അപ്പോൾ 10%. അപ്പം 3 അക്ക സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് പാലിൻഡ്രോം, ഇരുവശി സംഖ്യ ആകാനുള്ള സാധ്യത 1/10, അതായത് 0.1 അല്ലെങ്കിൽ 10% ആകുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ ആകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി. അപ്പോൾ ആകെ സാധ്യതകൾ 10 ആണ്. 1 മുതൽ 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7 ആണ്. എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് 4. അപ്പം നമുക്ക് അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കംസ് 4 ടോട്ടൽ ഔട്ട്കംസ് 10. അപ്പോൾ അതിനെ ലഘൂകരിച്ചാൽ 2/5. ഇനി ഡെസിമൽ ഫോം, 4നെ എന്ത് ചെയ്യണം? ഇടത്തോട്ട് ഒരു പ്ലേസ് നീക്കുക. അപ്പോൾ ഇത് 0.4. ശതമാനം എന്ത് ചെയ്യണം? 4നെ പോയിന്റിനെ 2 പ്ലേസ് റൈറ്റിലോട്ട് നീക്കുക. അപ്പോൾ ഒരെണ്ണം നീക്കിയാൽ 4, പിന്നെ ഇല്ലാത്തത് കൊണ്ട് ഒരു 0 ചേർക്കുക, 40%. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് 2 അക്ക സംഖ്യ ആകാനുള്ള സാധ്യത. If one number is taken from 1 to 100, what is the probability of getting a 2-digit number? അപ്പോൾ ആകെ സാധ്യതകൾ ആകെ സാധ്യതകൾ 100 ആണുള്ളത്. 1 മുതൽ 100 വരെ ആകെ സാധ്യതകൾ 100 ആണുള്ളത്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? 2 അക്ക സംഖ്യകളെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിൽ 90 2 അക്ക സംഖ്യകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം 90/100. അപ്പം നമുക്കിത് ലഘൂകരിച്ചാൽ 9/10. ഇനി 9/10ൻ്റെ ദശാംശ രൂപം കിട്ടാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുക. അപ്പോൾ ഇത് 0.9, അതായത് 0.9 എന്ന് എഴുതാം. ഇനി 0.9നെ 100 കൊണ്ട് ഗുണിച്ചാൽ ദശാംശം 2 പ്ലേസ്, പോയിന്റ് 2 പ്ലേസ് റൈറ്റിലോട്ട് നീങ്ങും. അപ്പോൾ ഒരെണ്ണം നീങ്ങിക്കഴിഞ്ഞാൽ അത് 9 പോയിന്റായി. അത് കഴിഞ്ഞ് ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അടുത്തത് 90.000, അതായത് 90%. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എല്ലാ 3 അക്ക സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് ഇരുവശി, പാലിൻഡ്രോം സംഖ്യ ആകാനുള്ള സാധ്യത. If one 3-digit is drawn, probability of getting a palindrome. അപ്പോൾ ഇരുവശി സംഖ്യ ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ ആകെ 3 അക്ക സംഖ്യകൾ, ടോട്ടൽ 3 digits നമ്പർ, അത് നമ്മൾ 900 ആണെന്ന് കണ്ടു. ഓക്കെ, ഇനി 3 അക്ക ഇരുവശി സംഖ്യകളുടെ എണ്ണം അത് 90 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ
ഇതിൻ്റെ ഭിന്നസംഖ്യാരൂപം 90/900, അതായത് 1/10. ദശാംശം 0.1, ശതമാനം 10%. ഓക്കെ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്റ്റെപ്പുകൾ നേരത്തെ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് 900 വന്നത്, അതുപോലെ 90 വന്നത് എന്നുള്ളത്. അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. പേജ് 76-ലെ രണ്ടാമത്തെ ചോദ്യം. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. A person is asked to say a two-digit number. പറയുന്ന സംഖ്യ പൂർണ്ണവർഗം ആകാനുള്ള സാധ്യത എന്താണ്? What is the probability that it is a perfect square? രണ്ടക്ക സംഖ്യ പറയണം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ആകെയുള്ള രണ്ടക്ക സംഖ്യകൾ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒന്നാമത്തെ രണ്ടക്ക സംഖ്യ 11 ആണ്, അവസാനത്തെ രണ്ടക്ക സംഖ്യ 99 ആണ്. അപ്പോൾ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 99 മൈനസ് 11 ബൈ, രണ്ടക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്, അതുകൊണ്ട് അവയുടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 1 പ്ലസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 88. സോറി, ആദ്യത്തെ രണ്ടക്ക സംഖ്യ 11 അല്ലല്ലോ, 10 അല്ലേ? 10. ഓക്കെ, അപ്പോൾ 99 മൈനസ് 10 ബൈ 1 പ്ലസ് 1, അപ്പോൾ 89 പ്ലസ് 1 90. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1 മുതൽ 9 വരെ 9 ഒരക്ക സംഖ്യയുണ്ട്, പിന്നെ 100 ഉണ്ട്. 100 എന്ന് പറഞ്ഞാലും രണ്ടക്ക സംഖ്യയല്ല. അപ്പോൾ 1 മുതൽ 100 വരെ ഉള്ളതിൽ നിന്നും 10 എണ്ണം കുറച്ചാൽ 90 എണ്ണം. അപ്പോൾ ആകെയുള്ള രണ്ടക്ക സംഖ്യകൾ, ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് 90. ഇനി രണ്ടക്ക സംഖ്യകളിലെ പൂർണ്ണവർഗങ്ങൾ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 1ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് രണ്ടക്കമല്ല. 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9, 4ന്റെ വർഗം 16. ഇതുമല്ല, ഇതുമല്ല, 16 ആണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 5ന്റെ വർഗം 25, 6ൻ്റേത് 36, 7ന്റെ സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. അത് 3 ഡിജിറ്റായി. അപ്പം ഇതും പറ്റില്ല. അപ്പം നമുക്കിവിടെ രണ്ടക്ക സംഖ്യകളിലെ പൂർണ്ണവർഗങ്ങൾ, അതായത് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, നമ്പേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 6, പൂർണ്ണവർഗങ്ങളുടെ ആകെ എണ്ണം 6 എന്ന് കിട്ടും. അപ്പം നമുക്ക് പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറഞ്ഞാൽ അനുകൂല സാധ്യതകളുടെ എണ്ണം ബൈ ആകെ സാധ്യതകളുടെ എണ്ണം, ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഇവിടെ നമുക്ക് അനുകൂലമായ സാധ്യതകൾ 6, ഫേവറബിൾ 6 ബൈ ആകെ ടോട്ടൽ ഔട്ട്കംസ് 90, 6/90. ഇനി ഇത് രണ്ടിനെയും നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 6നെ 6 കൊണ്ട് ഹരിച്ചാൽ 1, 15 × 6 90, അപ്പോൾ ഇത് 1/15. ആയതുകൊണ്ട് പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത 1/15 ആണ്. The probability that the number is a perfect square is 1/15. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.
ഇനി പേജ് 76-ലെ മൂന്നാമത്തെ ചോദ്യം. ഒരാളോട് ഒരു മൂന്നക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. A person is asked to say a 3-digit number. അപ്പൊ നമുക്ക് ആകെ സാധ്യതകൾ, അതായത് ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? മൂന്നക്ക സംഖ്യയാണ് പറയുന്നത്. മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 100 മുതൽ 999 വരെയുള്ള മൂന്നക്ക സംഖ്യകളാണ്. അതായത് നമുക്ക് എന്ത് വരും? 999 അവസാനത്തെ സംഖ്യ, 100 ആദ്യത്തെ സംഖ്യ, ഇവയുടെ വ്യത്യാസം 998, 899. അപ്പോൾ നമ്മൾ പദങ്ങളുടെ എണ്ണം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ 100 മുതൽ 999 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ അവയുടെ പൊതുവ്യത്യാസം 1 ആണ്. അതുകൊണ്ട് ഇത് 899 പ്ലസ് 1, അതായത് 900. അപ്പോൾ ഒരാളോട് ഒരു മൂന്നക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് ആകെ സാധ്യതകൾ 900 ഇനി ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആകെ സാധ്യതകൾ 900 ഓർത്ത് വയ്ക്കുക. ടോട്ടൽ ഔട്ട്കംസ് ഈസ് 900. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം എന്താണ്? പറയുന്ന സംഖ്യ മൂന്നക്കങ്ങളും തുല്യമായത് ആകാനുള്ള സാധ്യത എന്താണ്? ആകെയുള്ളത് 900 ഇനി പറയുന്ന സംഖ്യ മൂന്നക്കങ്ങളും തുല്യമായത് ആവണം. അപ്പം നമുക്ക് ഇവിടെ മൂന്നക്കങ്ങളും തുല്യമാവണമെങ്കിൽ 1 1 1 111, 222, 333, 444, 555, 666, 777, 888, 999 ഇങ്ങനെയാണ് വരിക അല്ലേ? അപ്പോൾ നമ്പേഴ്സ് വിത്ത് ഓൾ 3 ഡിജിറ്റ്സ് സെയിം എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. അപ്പോൾ എണ്ണം 9, അതായത് ഫേവറബിൾ ഔട്ട്കംസ് 9. അപ്പോൾ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത ഫേവറബിൾ ഔട്ട്കംസ് 9 ബൈ ടോട്ടൽ ഔട്ട്കംസ് 900. അപ്പോൾ 9 കൊണ്ട് ഇത് രണ്ടിനെ ഹരിച്ചാൽ ഇവിടെ ഇത് 1 പ്രാവശ്യം, ഇത് 100 പ്രാവശ്യം. അപ്പോൾ മൂന്നക്കങ്ങളും തുല്യമായത് ആകാനുള്ള സാധ്യത 1/100 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തെ അക്കം 0 ആകാനുള്ള സാധ്യത എന്താണ്? What is the probability that the digit in 1's place of this number is 0? അപ്പോൾ നമുക്കിവിടെ ആകെ സാധ്യത 900 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ മൂന്നക്ക സംഖ്യയാണുള്ളത്. അതിൻ്റെ 1ന്റെ സ്ഥാനം, വൺസ് പ്ലേസ്, യൂണിറ്റ് പ്ലേസ് 0 ആവണമെന്ന് പറഞ്ഞു. ഇനി ഇതെന്താണ്? ഇതൊരു രണ്ടക്ക സംഖ്യയാണ്. ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ 10 മുതൽ 99 വരെയല്ലേ? അതിലെത്ര എണ്ണം ഉണ്ട്? 99 മൈനസ് 10 ബൈ 1 പ്ലസ് 1, അതായത് 90 എണ്ണം അല്ലേ? 1ന്റെ സ്ഥാനത്ത് 0 എഴുതിയാൽ ബാക്കി രണ്ടക്ക സംഖ്യയാണ് വേണ്ടത്. ആകെ 90 രണ്ടക്ക സംഖ്യകളുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം ഇതിങ്ങനെ വരച്ച് എഴുതി നോക്കുക. അപ്പോൾ 3
അക്കങ്ങളാണ് വേണ്ടത്. ആ 3 അക്കങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡാഷ് 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 ഇട്ടു. ഇനി ഒന്നിൻ്റെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസ് വൺസ് പ്ലേസ് 0 എഴുതി. അപ്പം ഇനി ഇതെന്താണുള്ളത്? 2 ഡിജിറ്റ് അല്ലേ? അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10 മുതൽ 99 വരെയുള്ള രണ്ടക്ക സംഖ്യകൾ അതെന്ന് പറയുമ്പോൾ 90 എണ്ണം. അപ്പം നമുക്ക് ഇവിടെ എന്താണ്? കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇവിടെ 100 വന്നു, പിന്നെ 110 വരും, പിന്നെ 120, 130, 140, 150, 160, 170 അങ്ങനെ 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 പോകും. അങ്ങനെ 990 വരെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. 100, 110, 120, 130 അങ്ങനെ 990 വരെ എന്ന് പറയുമ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ അവസാന പദം xn മൈനസ് ആദ്യ പദം x1 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം d പ്ലസ് 1. ഇവിടെ അവസാന പദം 990 മൈനസ് ആദ്യ പദം 100. അപ്പം നമുക്കിവിടെ 890 എന്ന് കിട്ടി. ആ 890നെ d പൊതുവ്യത്യാസം ഇവിടെ 10 ആണ്, 10 കൊണ്ട് ഹരിക്കണം. 890 ബൈ 10. അപ്പോൾ നമുക്ക് 89 എന്ന് കിട്ടും. പ്ലസ് 1 90. ആ രീതിയും ഉപയോഗിക്കാം. ഓക്കെ. പക്ഷേ ഈ രീതിയാണ് പ്രോബബിലിറ്റി സാധ്യതകൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇവിടെ ഒന്നിൻ്റെ സ്ഥാനത്ത് 0 വരുന്ന 90 മൂന്നക്ക സംഖ്യകളാണുള്ളത്. There are 90 3-digit numbers with 0 in one's place. അപ്പോൾ സാധ്യത പ്രോബബിലിറ്റി എന്തായിരിക്കും? അനുകൂല സാധ്യതകൾ 90 ബൈ ആകെ സാധ്യത 900. അപ്പോൾ 0 വെട്ടിപ്പോയി 1/10. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. സംഖ്യ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ആകെ നമുക്ക് 900 900 3-digit നമ്പേഴ്സ് ആണുള്ളത്. ഇനി ഈ 3ന്റെ ഗുണിതങ്ങളായ മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ 3ന്റെ ഗുണിതമായ മൂന്നക്ക സംഖ്യ, the first 3-digit number which is a multiple of 3 എന്ന് പറയുന്നത് 102 ആണ്. കാരണം 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 10ൽ 3 പ്രാവശ്യം 3 9, ബാക്കി 1 10ൽ 3 പ്രാവശ്യം, റിമൈൻഡർ എന്ത് വരുന്നുണ്ട്? 1 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 കൂടി ഇതിനോട് കൂട്ടണം, 102. അപ്പോൾ ഒന്നാം പദം 102. ഇനി ലാസ്റ്റ് മൂന്നക്ക സംഖ്യ ഏതാണ്? 999 ആണ്. 999. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 3 3, റിമൈൻഡർ 0 ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്പർ 999. അപ്പം നമുക്ക് പദങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? n = അവസാന പദം മൈനസ് ഫസ്റ്റ് നമ്പർ 102 ബൈ 3ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്, പിന്നെ പ്ലസ് 1. അപ്പം നമുക്കിവിടെ എന്ത് വരും? 7 9 8 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. ഇവിടെ 2 പ്രാവശ്യം 29 7 7 29 8ൽ 8 ഡിവൈഡ് ബൈ 3 2 പ്രാവശ്യം, ബാക്കി 2 വരും. 29ൽ 9 3 27, ബാക്കി 2. 27ൽ 9 പ്രാവശ്യം പ്ലസ് 1 300. ഓക്കെ. അപ്പോൾ
ആകെ ആകെയുള്ള മൂന്നക്ക സംഖ്യകൾ 900 ആണ്. ഇനി 3ന്റെ ഗുണിതങ്ങളുടെ എണ്ണം 300 ആണ്. ഇത് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ടോട്ടല് 900 ഉള്ളത്. ഇനി നമ്മൾ 3 തുടർച്ചയായ സംഖ്യകൾ എടുത്താൽ അതിൽ ഒരെണ്ണം 3ന്റെ മൾട്ടിപ്പിൾ 3ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ആകെയുള്ളതിനെ 3 കൊണ്ട് ഹരിച്ചാലും മതി. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 900/3 സമം 300. അപ്പോൾ ഇനി സംഖ്യ 3 ആകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം 300 ടോട്ടൽ ഔട്ട്കംസ് 900. അപ്പോൾ ഇവിടെ 0 0 0 0 വെട്ടിപ്പോയി. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/3. അപ്പോൾ സംഖ്യ 3ന്റെ ഗുണിതമാവാനുള്ള സാധ്യത 1/3. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പേജ് 76 ക്വസ്റ്റ്യൻ 4. വെരി ഇമ്പോർട്ടൻ്റ്. 1 2 3 4 എന്നീ അക്കങ്ങൾ എഴുതിയ 4 കാർഡുകൾ പലതരത്തിൽ ചേർത്ത് വെച്ച് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. 4 cards with numbers 1 2 3 4 on them are joined to make a 4-digit number. Okay. അപ്പോൾ ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അത് കഴിഞ്ഞ് ചോദ്യം പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ 4 അക്ക സംഖ്യയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? 1 2 3 4. ഇനി 1 2 എന്നീ 2 സംഖ്യകൾ വെച്ചിട്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? 1 2 എന്നീ അക്കങ്ങൾ വെച്ച് 12 21 രണ്ടെണ്ണം ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ആദ്യത്തേത് എടുക്കുക. അത് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി സോറി, അത് ഫിക്സ് ചെയ്യേണ്ട, ഫിക്സ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2 അക്കങ്ങൾ വെച്ച് നമുക്ക് 2 സംഖ്യകളാണുള്ളത്. ഇനി അതിലെ ആദ്യ സംഖ്യ 12 എടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ 3 എന്ന സംഖ്യ കൂടി ഉൾക്കൊള്ളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 3 എന്ന സംഖ്യ എവിടെയൊക്കെ വരാം? 3 ഇവിടെ വരാം. അത് കഴിഞ്ഞിട്ട് 1 2, അല്ലെങ്കിൽ എന്ത് വരാം? 1 കഴിഞ്ഞ് സംഖ്യ വരാം, പിന്നെ ഇവിടെ വരാം, പിന്നെ 1 2 കഴിഞ്ഞ് ഇവിടെ വരാം. ഓക്കെ, അപ്പോൾ 12 എന്ന സംഖ്യയിൽ 1 2 എന്നീ അക്കങ്ങളുടെ കൂടെ 3 കൂടി ചേരുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? 3 സംഖ്യകൾ കിട്ടും. ഇനി 21-ന് അതിനും ഇതുപോലെ എന്ത് സംഭവിക്കും? 21 അതിൻ്റെ ഇവിടെ 3 വരാം, ഇടയിലായിട്ട് ആര് വരാം? 3 വരാം, രണ്ട് 3 1 വരാം,
അല്ലെങ്കിൽ 2, 1, 3 വരാം. ഓക്കെ. അപ്പൊ ഇവിടെ 2 സംഖ്യകൾ വെച്ച് നമുക്ക് 2 സംഖ്യകൾ കിട്ടി. ഇനി ഇവിടെ 3 സംഖ്യകൾ വെച്ച് നമുക്ക് എത്ര എണ്ണമാണ് കിട്ടുന്നത്? 3 + 3, അതായത് 6. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 എന്ന് എഴുതിക്കൂടെ? ഈ ഒരു തത്വം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 സംഖ്യകൾ വെച്ച് 4 × 3 × 2 24 സംഖ്യകൾ ഉണ്ടാക്കാം. നോക്കിയാലോ? നമുക്ക് ആദ്യം ഇത് നോക്കാം. 312 വെച്ചിട്ട് എത്ര എണ്ണം കിട്ടും നോക്കാം. അപ്പൊ 312 വെച്ച് നോക്കുന്ന സമയത്ത് ഈ 4 എവിടേക്ക് വരാം? 4 ഇവിടെ വരാം, 4 ഇവിടെ വരാം. രണ്ടാമത്തെ സംഖ്യയിൽ 4 ഇവിടെ വരാം, 4 ഇവിടെ വരാം. ഓക്കെ, നമുക്കിവിടെ എന്തെഴുതാം? 312 312 3, 1, 2 3, 1, 2, 4. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സംഖ്യയിൽ 4നെ നമുക്ക് ഏറ്റവും ഇടതുവശത്ത് ചേർക്കാം, 3നും 1നും ഇടയിലായി ചേർക്കാം, 1നും 2നും ഇടയിലായി ചേർക്കാം, 2 കഴിഞ്ഞിട്ട് ചേർക്കാം. 4 സാധ്യതകളുണ്ട്. ഈ ഒരൊറ്റ സംഖ്യയ്ക്ക് 4 സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ 6 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ആകെ സാധ്യതകൾ 4 × 6 24. ഈ 6 എങ്ങനെയാണ്? 3 × 2. അപ്പോൾ 4 × 3 × 2 സമം 24. ഓക്കെ, അപ്പോൾ ഇവിടെ 4 അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 4 × 3 × 2 24 സംഖ്യകൾ ഉണ്ടാക്കാം. ശ്രദ്ധിക്കണം, അവ എന്ത് ചെയ്യാൻ പാടില്ല? ആവർത്തിക്കാൻ പാടില്ല. 4 സംഖ്യകൾ ഉപയോഗിച്ച് അവ ആവർത്തിക്കാതെ 24 സംഖ്യകൾ ഉണ്ടാക്കാം. There are 24 numbers formed by 4 digits without repetition. ഓക്കെ, 4 അക്കങ്ങൾ വെച്ചിട്ട് 24 എണ്ണം കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ആകെയുള്ള സാധ്യതയാണ് 24. അതാണ് ഇവിടെ കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ 1, 2, 3, 4 എന്നീ അക്കങ്ങൾ എഴുതിയ 4 കാർഡുകൾ പലതരത്തിൽ ചേർത്ത് വെച്ച് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. ആകെ സാധ്യതകൾ 24 ആണ്. അപ്പൊ 24 4 അക്ക സംഖ്യകളായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇനി ചോദ്യം, ഒന്നാമത്തെ ഉപചോദ്യം, സബ് ക്വസ്റ്റ്യൻ, സംഖ്യ 4000-ൽ കൂടുതലാകാനുള്ള സാധ്യത എന്താണ്? 4000-ൽ കൂടണമെങ്കിൽ ഇതാണ് നമ്മുടെ 4 അക്ക സംഖ്യ. 4000-ൽ കൂടുതൽ നമ്മുടെ അക്കങ്ങൾ നോക്കൂ. നമ്മുടെ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4. 4000 4000-ൽ കൂടുതലാവണമെങ്കിൽ നമ്മുടെ 1, 10, 100, 1000 1000 സ്ഥാനത്തുള്ള സംഖ്യ 1000 പ്ലേസ് നമ്പർ ഡിജിറ്റ് 1000 പ്ലേസ് ഡിജിറ്റ് എന്തായിരിക്കണം? 4 തന്നെ ആയിരിക്കണം. അപ്പൊ ഇതിവിടെ നമ്മൾ ഉറപ്പിച്ചു വെച്ചു. 4000-ൽ കൂടണമെങ്കിൽ നമ്മുടെ 1000 സ്ഥാനത്തുള്ള അക്കം 1000 പ്ലേസ് ഡിജിറ്റ് ഷുഡ് ബി 4. ഇനി നമുക്ക്
1, 2, 3 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? അത് നമ്മൾ മനസ്സിലാക്കി. 3 സംഖ്യകൾ ഉപയോഗിച്ച് 3 × 2 6 സംഖ്യകൾ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം 4, അത് കഴിഞ്ഞ് പിന്നെ ഇവരെ 1, 2, 3, 1, 3, 2 അങ്ങനെ പല രീതിയിൽ എഴുതുകയാണെങ്കിൽ 6 സംഖ്യകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1000ന്റെ സ്ഥാനത്ത് 4 വരുന്ന 4 അക്ക സംഖ്യകളുടെ എണ്ണം 6 എണ്ണമായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. 1000ന്റെ സ്ഥാനത്ത് 4 വരുന്ന 4 അക്ക സംഖ്യകൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 4. അതിനുള്ള അനുകൂല സാധ്യതകൾ ഫേവറബിൾ ഔട്ട്കംസ് എന്താണ് കിട്ടിയത്? ഇവിടെ 4 തന്നെ വരണം. അതിനുള്ള സാധ്യത എത്രയാ? 1 ആണ്. 1 × 3 × 2 അപ്പൊ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ സാധ്യത പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അനുകൂല സാധ്യതകൾ 6 ഡിവൈഡഡ് ബൈ ആകെ സാധ്യതകൾ. ആകെ സാധ്യതകൾ 24 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ 6/24. ഇതിനെ 6 കൊണ്ട് ഹരിച്ചാൽ 1/4. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് 4000-ൽ കൂടുതലാണ് വേണ്ടത് അല്ലേ? അതുകൊണ്ട് ഇവിടെ നമുക്ക് 4 മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. കാരണം 1 വന്നു കഴിഞ്ഞാൽ അത് 4000-നേക്കാൾ താഴെയാണ്. 2 ആണെങ്കിലും 2000, അതും 4000-നേക്കാൾ താഴെയാണ്. 3 വന്നു കഴിഞ്ഞാൽ 3000 ആണ്, അതും 4000-നേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര അക്കങ്ങൾ വരാം? ഒരക്കം മാത്രമേ വരുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഈ 3-ൽ ആര് വേണമെങ്കിലും വരാം. അതുകൊണ്ട് ഇവിടെ 3 സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലെ ഒരെണ്ണത്തിന് ഒഴിവാക്കി. ഇനി ബാക്കി ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉള്ളത്. ആ 2-ൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. ഓക്കെ. അപ്പൊ 2 എണ്ണത്തിന് ഒരെണ്ണം കൂടി ഒഴിവായി. ഇനി ബാക്കി എത്ര ഉണ്ട്? ഒരെണ്ണം ഉള്ളത്. ആ ഒരെണ്ണം തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇവരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പോൾ 1 × 3 × 2 × 1 6 എന്ന് കിട്ടും. ഇതാണ് അനുകൂല സാധ്യതകൾ. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം അത് ഉപയോഗിക്കുക. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സംഖ്യ 4000-ൽ കുറവാകാനുള്ള സാധ്യത എന്താണ്? 4000-ൽ കൂടുതലാവാനുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കി. 6 എണ്ണമാണുള്ളത് എന്ന്. ആകെ 24 എണ്ണം ഉണ്ട്. അപ്പൊ പിന്നെ എന്തായാലും 24 - 6 18 ആയിരിക്കില്ലേ 4000-നേക്കാൾ കുറവുണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് 1000-ന്റെ സ്ഥാനത്ത് 1, 2, 3 എന്നിവ വരുന്ന 4 അക്ക സംഖ്യകൾ, അതാണ് അനുകൂല സാധ്യതകൾ, ഫേവറബിൾ ഔട്ട്കംസ്. അത് ആകെയുള്ളതിൽ നിന്നും 4000-ൽ കൂടുതലുള്ളത് കുറയ്ക്കുക. അപ്പോൾ 18. അപ്പൊ ഇനി നമുക്ക് സംഖ്യ 4000-ൽ കുറവാകാനുള്ള സാധ്യത, probability that the number is less than 4000 equal to അനുകൂല സാധ്യതകൾ 18 ബൈ ആകെ സാധ്യതകൾ 24. ഇതിനെ 6 കൊണ്ട് ഹരിച്ചാൽ 18/6 3, 24/6 4, 3/4. അപ്പോൾ ഉത്തരം 3/4 ആണ്. പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 4000. 4000-ൽ കുറവാകാനുള്ള സാധ്യത 3/4 ആണ്. ഇത് നമുക്ക്
ഒരു രീതിയിൽ കൂടി നോക്കാം. അപ്പോൾ നമുക്കിവിടെ 4 അക്ക സംഖ്യയാണ് വേണ്ടത്. ഇനി അക്കങ്ങൾ 1, 2, 3, 4 ആണ്. 4000-ൽ താഴെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരില്ല? 4 വരില്ല. ഉറപ്പിച്ചു. ഇതിലാര് വേണമെങ്കിലും വരാം. അപ്പൊ നമുക്ക് ഇതിന് 3 സാധ്യതകളാണുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഒരെണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര അക്കങ്ങളുണ്ട്? 2 എണ്ണം അക്കങ്ങളാണ്. ഇത് പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോ ഇനി 3 അക്കങ്ങളാണ് ബാക്കിയുള്ളത്. ആ 3 അക്കങ്ങളിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. 3 എണ്ണം വന്നു. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ 2 അക്കങ്ങളാണ് ബാക്കിയുള്ളത്. അതിൽ ആര് വേണമെങ്കിലും ഇവിടെ വരാം. പിന്നെ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണേ ബാക്കിയുള്ളൂ. ആ ഒരെണ്ണം ഇവിടെ വരാം. ഓക്കെ. അപ്പോൾ 4000-നേക്കാൾ താഴെയാവുന്ന സംഖ്യകളുടെ എണ്ണം കിട്ടാൻ ഇവരെ തമ്മിൽ ഗുണിക്കുക. ടേക്ക് ദ പ്രൊഡക്റ്റ്. അപ്പോൾ 3 × 3 × 2 × 1 3 9 × 2 18. അതല്ലേ ഇവിടെയും കിട്ടിയത്? ഓക്കെ, ക്ലിയർ അല്ലേ? ഈ രീതിയും ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പേജ് 75, 76 അതിലുള്ള ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറിങ്ങുമാണ് ഈ നീളമുള്ള ലെങ്തി വീഡിയോയിൽ ചെയ്തത്. ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്, അഭിപ്രായങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ പിന്തുണയ്ക്ക് വളരെ നന്ദി. കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗ്രോയിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.